ഇതിൻ്റെ ഫാഷൻ പ്ലസ് ബൈക്കാണ്. ഒരു 15,000 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് ബൈക്ക് മേടിച്ചതാണ്. കുറച്ച് നാളായി മേടിച്ചിട്ട്. ഇന്നലെ കുറച്ച് ആൾക്കാർ ഫ്രണ്ട് മൾക്കാട് ചവിട്ടി ഇല്ലാതാക്കിയതാണ്. ഈ രണ്ട് സൈഡും പൊട്ടിക്കും, ഒന്നിനും കൊള്ളത്തില്ല ആ പരിപാടി. ഇതെവിടെയൊക്കെ പൊള്ളുന്നു. ഇത് ചവിട്ടി പൊട്ടിച്ചതെന്നാണ് ഇതിൻ്റെ തെളിവുകൾ നോക്കിയപ്പോൾ മനസ്സിലായത്. കാരണം വണ്ടി വീണ് കഴിഞ്ഞാൽ ക്രാഷ് കാർഡുള്ളതുകൊണ്ട് ഇതങ്ങനെ പൊട്ടാറില്ല. നിർത്തി വച്ചിരുന്ന ബൈക്കാണ് ഇത്. കൊല്ലം കലക്കൂട് എന്ന് പറയുന്ന സ്ഥലത്ത്, കൊല്ലം കലക്കൂട് പരവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കലക്കൂട് എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ കണ്ടൽക്കാട് കാണാൻ പോയതാണ്. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ്. അവിടെ ഇങ്ങനെ വണ്ടി ഒതുക്കി വെച്ചിട്ട് കണ്ടൽക്കാട് കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ വണ്ടി ഈ പരുവത്തിലിരിക്കുകയാണ്. അവിടെ ഒരുപാട് ബൈക്കുകളുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ വണ്ടിക്കാണ് ഇങ്ങനെ പറ്റിയത്. ഞാനൊക്കെ അന്നന്ന് ജോലി ചെയ്ത് കുടുംബം ഒരുവിധം എങ്ങനെയെങ്കിലും തള്ളി നീക്കി കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. CC കിട്ടുന്ന പുതിയ ബൈക്ക് എടുക്കാനുള്ള പരിതസ്ഥിതിയിലൊന്നുമില്ല ഞങ്ങൾ. 4 വർഷത്തെ തിരിച്ചടവിൽ തന്നെ ഏതാണ്ട് 1.5 ലക്ഷം രൂപ ആവും തിരിച്ചടച്ചു വരും. അതൊന്നും താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് 10-15 രൂപയ്ക്ക് ഒരു വണ്ടി കിട്ടിയപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുത്തത്. ഞങ്ങൾ കണ്ടൽക്കാട് കാണാൻ പോകുന്ന സമയത്ത് അവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു ഈ വണ്ടികളൊക്കെ വെക്കുന്ന ഭാഗത്ത്. തിരിച്ചു വന്നപ്പോൾ അവരൊന്നും കാണാനില്ല. 2 മണിക്കൂർ വിസിറ്റിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. എന്തായാലും വന്നപ്പോൾ ബൈക്കിൻ്റെ മൾക്കാട് ഈ പരുവാക്കി വെച്ചേക്കാണ്. ഇങ്ങനെ ചെയ്യാൻ അവർക്ക് പ്രചോദനം കിട്ടിയത് എന്താണെന്നാണ് പിടികിട്ടാത്തത്. അപ്പം ഞാൻ നോക്കിയിട്ട് എൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ഇതെങ്ങനൊരു സിമ്പലുണ്ട്. ഈ സിമ്പൽ കേരളത്തിൽ പരിചയപ്പെടുത്തുന്നത് DHRM എന്ന് പറഞ്ഞ സംഘടനയാണ്. DHRM എന്ന് പറഞ്ഞ സംഘടനയുടെ കുറച്ച് വിഷയങ്ങൾ ഈ ഭാഗത്ത് പണ്ട് നടന്നിട്ടുണ്ട്. ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ നടന്നിട്ടുണ്ട് അവിടെ. അത് എനിക്കറിയാമെന്നുള്ളൊരു കാര്യമാണ്. ഇത് ഒരു കാലത്ത് ഇന്ത്യയിൽ ബൗദ്ധ സംസ്കാരം നിലനിന്ന കാലത്ത് ബൗദ്ധ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ദേശീയ ഭാഷയാണ്. കഹ എന്നാണ് ഇതിനെ പറയുന്നത്. അക്ഷരമാലയിലെ ആദ്യത്തെ അവസാനത്തെ അക്ഷരങ്ങളാണ്. ചിലപ്പോൾ ഇതായിരിക്കാം ഇത് ചെയ്തതിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ തോന്നിപ്പിച്ചത്. അതുപോലെ അവിടെ യേശുവിൻ്റെ ചിത്രമുള്ള ഗണപതിയുടെ, മുരുകൻ്റെ, അയ്യപ്പൻ്റെ, മുസ്ലിങ്ങളെ ചന്ദ്രക്കലയുള്ള പല ബൈക്കുകളും അവിടെയൊക്കെ ഇരിക്കുന്നതാണ്. പക്ഷേ അതിലൊന്നും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ബൈക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബൈക്കിന് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഒരു കുഴപ്പമില്ലാതെ കൊണ്ട് വെച്ചിരുന്ന ബൈക്കാണ്. എന്തായാലും പൊളിച്ച് ഇനിയിപ്പോൾ ഊരിയെടുക്കാനേ കൊള്ളാവും ആ പരിപാടി. എൻ്റെ സ്ഥലം ചിറയൻകീഴാണ്. ചിറയൻകീഴിൽ നിന്നാണ് ഞാൻ ആ കണ്ടൽക്കാട് കാണാൻ വേണ്ടി എൻ്റെ കുടുംബമായിട്ട് പോയത്. എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ചിന്താഗതി ഇനിയെങ്കിലുമൊക്കെ മനുഷ്യൻ മാറ്റിയെടുക്കണം. ഈ വിദ്വേഷവും വെറുപ്പും ഈ പ്രകോപനപരമായിട്ടുള്ള ചിന്തകളൊക്കെ ഇനിയെങ്കിലും മനുഷ്യൻ മാറ്റേണ്ടതുണ്ട്.